മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഇന്ന് ശനിയാഴ്ച രാവിലെ കൃത്യം 10:30 പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പ സ്പെയിൻ്റെ മണ്ണിൽ കാലുകുത്തി. മാഡ്രിഡ് എയർപോർട്ടിൽ സ്പെയിൻ രാജാവ് ഫിലിപ്പ് 6 രാജ്ഞി ലെറ്റീഷ്യയും ചേർന്ന് പരിശുദ്ധ പിതാവിനെ സ്വീകരിച്ചു. ഒപ്പം പ്രധാനമന്ത്രി പേദ്രോ സാഞ്ചസ്, സഭാ നേതാക്കളും രാഷ്ട്ര നേതാക്കളും എയർപോർട്ടിൽ സന്നിഹിതരായിരുന്നു. എയർപോർട്ടിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഏതാനും കുട്ടികളും പാപ്പായെ സ്വീകരിക്കാനുണ്ടായിരുന്നു എന്നത് പ്രത്യേക ആകർഷണമായിരുന്നു. തുടർന്ന് റോയൽ പാലസിൽ വെച്ച് സ്പെയിൻ രാജകുടുംബം പരിശുദ്ധ പിതാവിനെ ആദരിച്ചു. രാജാവും രാജ്ഞിയും മക്കളായ ലയോണോർ, ഇൻഫാന്ത സോഫിയ എന്നിവരും പങ്കെടുത്തു. തുടർന്ന് രാജ്യത്തിൻ്റെ പ്രധാന നേതാക്കൾ പരിശുദ്ധ പിതാവിനെ ഹസ്തദാനം നൽകി ആദരിച്ചു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ ഫിലിപ്പ് 6 രാജാവ് മാർപ്പാപ്പായെ ഔദ്യോഗികമായി രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തു. തുടർന്ന് പരിശുദ്ധ പിതാവ് നടത്തിയ തൻ്റെ ആദ്യ സ്പെയിൻ പ്രസംഗത്തിൽ യാക്കോബ് ശ്ലീഹായുടെ സ്പെയിനിലെ അപ്പസ്തോലിക പാരമ്പര്യം പ്രത്യേകം അനുസ്മരിച്ചു. സമാധാനത്തിനു വേണ്ടിയുള്ള ആഹ്വാനം എല്ലാ ജനതകൾക്കുമായി നൽകി. യുവജനങ്ങൾക്കും പാവപ്പെട്ടവർക്കും പ്രത്യേക കരുതലുള്ളവരാകുവാൻ എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് കാരിത്താസ് മാഡ്രിഡിൻ്റെ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ഭവനം മാർപ്പാപ്പ സന്ദർശിക്കും. തുടർന്ന് രാത്രി 8:30 യുവജന നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജാഗരണ പ്രാർത്ഥനയിൽ യുവജനങ്ങളുമായി പാപ്പ സംവാദം നടത്തും. തുടർന്ന് പ്രാർത്ഥനയിലും പങ്കുചേരും.